പണ്ടേ കൊമ്പൊടിഞ്ഞൊരു സംഭവമുണ്ടേ. കുംഭിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. കയ്യേറ്റം കാടേറ്റം കുമ്പുകളരുതേ, കണ്ടതെല്ലാം കട്ടെടുക്കും വമ്പുകളരുതേ. കയ്യേറ്റം കാടേറ്റം കുമ്പുകളരുതേ, കണ്ടതെല്ലാം കട്ടെടുക്കും വമ്പുകളരുതേ. ദമ്പെടുന്ന കൂട്ടരക്കൻ തുമ്പിയാൽ തടഞ്ഞു വെച്ചു തമ്പിമല കാവലുണ്ടേ. ഗണപതിയേ തുമ്പിടുന്നോർക്കനുമതിയുണ്ടേ. കുംഭിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. കെട്ടെടുത്തു മല കയറും നേരത്ത് തൊട്ടു തൊട്ടില്ലെന്നു കൂടെ വന്നോളും. കെട്ടെടുത്തു മല കയറും നേരത്ത് തൊട്ടു തൊട്ടില്ലെന്നു കൂടെ വന്നോളും. ചെങ്കരിമ്പു നാളികേരം അവിലുമലരു കൽക്കണ്ടം മുന്തിരിഞ്ഞയൊക്കെ വാരി തിന്നോളും. മുമ്പിലുള്ള വഴി തെളിച്ചു തന്നോളും. ഇടഞ്ഞാൽ പിഴയാണ്, കഴിഞ്ഞാൽ മഴയാണ്, കാലമുഖൻ മനം കുളിരാനായിരമേത്തം ഒരായിരമേത്തം. കുംഭിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. കരിമലയുടെ മസ്തകവും കണ്ടില്ലേ, ശരം കുത്തിയാൽ ചുവടും താണ്ടില്ലേ. കരിമലയുടെ മസ്തകവും കണ്ടില്ലേ, ശരം കുത്തിയാൽ ചുവടും താണ്ടില്ലേ. സ്വാമിമാർക്കും സ്വാമിയായൊരയ്യനയ്യൻ വാണരുളും കോവിലകം സന്നിധാനം വന്നില്ലേ. സ്വാമിയപ്പ ശരണമപ്പ അയ്യപ്പ. അടികൾ 18 കരളിൽ തുടികൊട്ട് തിരുനടയിൽ ഞാനും ഇന്നൊരയ്യൻ പാട്ട്, അയ്യപ്പൻ പാട്ട്. കുംഭിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. കുംഭിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. ആ തമ്പുരാനു പണ്ടു പണ്ടേ കൊമ്പൊടിഞ്ഞൊരു സംഭവമുണ്ടേ. കുംഭിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. ഓം ഗം ഗണപതയേ നമഃ. ഓം മംഗളനിധിയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം മംഗളനിധിയേ നമഃ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ.
പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. ഉഴലുകയാണു ദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുക്കടലെത്തിച്ചിടണേ. ഉഴലുകയാണു ദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുകഴലെത്തിച്ചിടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. അച്ഛനോടൊരു ദിനം മുക്കണ്ണേഴും ശിരം അർച്ചനം ചെയ്യുവാൻ മൊഴിഞ്ഞവനേ. അച്ഛനോടൊരു ദിനം മുക്കണ്ണേഴും ശിരം അർച്ചനം ചെയ്യുവാൻ മൊഴിഞ്ഞവനേ. മുക്കണ്ണനടയിങ്കൽ അടിയനുടയ്ക്കുമ്പോൾ തൃക്കണ്ണുമിഴിഞ്ഞിടണേ. ഇവനുടെ ദുഃഖങ്ങൾ ഒഴിഞ്ഞിടണേ. മുക്കണ്ണനടയിങ്കൽ അടിയനോടയ്ക്കുമ്പോൾ തൃക്കണ്ണുമിഴിഞ്ഞിടണേ. ഇവനുടെ ദുഃഖങ്ങൾ ഒഴിഞ്ഞിടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. വിദ്യതൻ നിലയമേ മൂർത്തിത്രയങ്ങളും വന്ദനം ചെയ്തിടും വിനായകനേ. വിദ്യതൻ നിലയമേ മൂർത്തിത്രയങ്ങളും വന്ദനം ചെയ്തിടും വിനായകനേ. നിൻ മുന്നിലടിയങ്ങൾ പണിയുകയാണേത്തം നന്മകൾ വിളഞ്ഞിടണേ. വാഴ്വിൽ വിഘ്നങ്ങൾ ഒഴിഞ്ഞിടണേ. നിൻ മുന്നിലടിയങ്ങൾ പണിയുകയാണേത്തം നന്മകൾ വിളഞ്ഞിടണേ. വാഴ്വിൽ വിഘ്നങ്ങൾ ഒഴിഞ്ഞിടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. ഉഴലുകയാണു ദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുകഴലെത്തിച്ചിടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. ഓം ഗം ഗണപതയേ
പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. പ്രളയജലത്തിന്മേൽ ഗജമുഖനേ നീ അവതരിച്ചു വിശ്വരൂപമേന്തി. പ്രളയജലത്തിന്മേൽ ഗജമുഖനേ നീ അവതരിച്ചു വിശ്വരൂപമേന്തി. പ്രണവസ്വരൂപനായി പ്രപഞ്ചം ഭുജിച്ചു കരണകാരണനായി ഭവിച്ചു ഭഗവാൻ കരണകാരണനായി ഭവിച്ചു. പ്രളയജലത്തിന്മേൽ ഗജമുഖനേ നീ അവതരിച്ചു വിശ്വരൂപമേന്തി. ഗണനാഥന ഗണനാഥനായി ഭക്തപ്രിയനായി നീ ഭവസാഗരങ്ങളിൽ കാരുണ്യബിംബമായി. ഗണനാഥനായി ഭക്തപ്രിയനായി നീ ഭവസാഗരങ്ങളിൽ കാരുണ്യബിംബമായി. അടിയന്റെ മനസ്സിൽ കാവ്യകല്ലോലമായി വളരുന്നു സംഗീത പൊരുളെ നിഗനിവായി. അടിയന്റെ മനസ്സിൽ കാവ്യകല്ലോലമായി വളരുന്നു സംഗീത പൊരുളെ നിഗനിവായി. പ്രളയജലത്തിന്മേൽ ഗജമുഖനേ നീ അവതരിച്ചു വിശ്വരൂപമേന്തി. ദുരിതങ്ങൾ നിറയുമീ ദുരിതങ്ങൾ നിറയുമീ ധരണിയിൽ നീ തന്നെ അടിയങ്ങൾക്കവലംബം ജന്മാന്തരങ്ങളിൽ. ദുരിതങ്ങൾ നിറയുമീ ധരണിയിൽ നീ തന്നെ അടിയങ്ങൾക്കവലംബം ജന്മാന്തരങ്ങളിൽ. ഹരിശ്രീയും ഗണപതിയും നിറഞ്ഞു നിന്നിടുന്നു മനശ്രീയഴകായി നീ വിടരുകില്ലേ. ഹരിശ്രീയും ഗണപതിയും നിറഞ്ഞു നിന്നിടുന്നു
മനശ്രീയായ അഴകായി നീ വിടരുകില്ലേ പ്രളയജലത്തിന്മേൽ ഗജമുഖനേ നീ അവതരിച്ചു വിശ്വരൂപമേന്തി പ്രണവസ്വരൂപനായി പ്രപഞ്ചം ഭുജിച്ചു കരണകാരണനായി ഭവിച്ചു ഭഗവാൻ കരണകാരണനായി ഭവിച്ചു പ്രളയജലത്തിന്മേൽ ഗജമുഖനേ നീ അവതരിച്ചു വിശ്വരൂപമേന്തി വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ മണികണ്ഠേശ്വര സുതനേ നിന്നെ കണി കാണണമെന്നും അടിയൻ കണി കാണണമെന്നും മണികണ്ഠേശ്വര സുതനേ നിന്നെ കണി കാണണമെന്നും അടിയൻ കണി കാണണമെന്നും സിദ്ധിവിനായക ശരണം ശരണം വിഘ്നവിനാശക നീയേ ശരണം സിദ്ധിവിനായക ശരണം ശരണം വിഘ്നവിനാശക നീയേ ശരണം വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ തങ്കപതക്കത്തിലകം ചാത്തിയ തിരുനെറ്റിത്തടവും കൊമ്പുകൾ രണ്ടിനുമിടയിൽ വിളങ്ങും തുമ്പിത്തിരുകരവും തങ്കപതക്കത്തിലകം ചാത്തിയ തിരുനെറ്റിത്തടവും കൊമ്പുകൾ രണ്ടിനുമിടയിൽ വിളങ്ങും തുമ്പിത്തിരുകരവും മോദക കാതള പാശാങ്കുശമിവ മേവും കരകളിലും മോദക കാതള പാശാങ്കുശമിവ മേവും കരതളിരും മണിരുദ്രാക്ഷമണിഞ്ഞൊരു മാറും കണി കാണണമെന്നും എന്നേ കണി കാണണമെന്നും വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ
പണ്ടു കുബേരൻ കണ്ടുമിഴിച്ചൊരു ഉണ്ണിക്കുടവയറും മാടനെ ഒരു നാൾ കൊണ്ടു തളച്ചൊരു പദകൽപ്പകതരും. പണ്ടു കുബേരൻ കണ്ടുമിഴിച്ചൊരു ഉണ്ണിക്കുടവയറും മാടനെ ഒരു നാൾ കൊണ്ടു തളച്ചൊരു പദകൽപ്പകതരും. നെയ്യപ്പത്തിനു കൊതിയേറിയിടും ഉണ്ണിഗണേശ്വരനേ, നെയ്യപ്പത്തിനു കൊതിയേറിയിടും ഉണ്ണിഗണേശ്വരനേ. കണ്ണിനു കണ്ണിയാ നിന്നണി രൂപം കണി കാണണമെന്നും അടിയൻ കണി കാണണമെന്നും. വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, മണികണ്ഠേശ്വര സുതനേ നിന്നെ കണി കാണണമെന്നും അടിയൻ കണി കാണണമെന്നും. സിദ്ധിവിനായക ശരണം ശരണം വിഘ്നവിനാശക നീയേ ശരണം. സിദ്ധിവിനായക ശരണം ശരണം വിഘ്നവിനാശക നീയേ ശരണം. വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ. ആടും ഗണപതിയേ, ആടും ഗണപതിയേ, ദേവശാഖിതൻ ചുവട്ടിലാനന്ദ നടനം ആടും ഗണപതിയേ. ആടും ഗണപതിയേ, ദേവശാഖിതൻ ചുവട്ടിലാനന്ദ നടനം ആടും ഗണപതിയേ. വിശ്വമാകുന്ന തുമ്പിതൻ തുമ്പിൽ വിശ്വമാം മോദകത്തെ അമ്മാനമാടും ഗണപതിയെ ഗണപതിയെ ഗണപതിയേ. ശുഭ്രമവദനത്തിൽ കളമംഗള സദ്രസഭാവങ്ങൾ തെളിഞ്ഞിടുന്നു. ശുഭ്രമവദനത്തിൽ കളമംഗള സദ്രസഭാവങ്ങൾ തെളിഞ്ഞിടുന്നു. പാശാങ്കുശങ്ങളെന്തും തൃക്കൈകളിൽ വരദാനമുദ്രകൾ വിരിഞ്ഞിടുന്നു. പാശാങ്കുശങ്ങളെന്തും തൃക്കൈകളിൽ വരദാനമുദ്രകൾ വിരിഞ്ഞിടുന്നു. ആടും ഗണപതിയെ, ദേവശാഖിതൻ ചുവട്ടിലാനന്ദ നടനം ആടും ഗണപതിയെ ഗണപതിയെ ഗണപതിയേ.
വാണീ വൈഭവമോഹിനി ത്രിജഗതാം വാണീ ദോഷമശേഷമാശു കളവാനെന്നാവിലത്താദന വാണീടേണമെന്നും അടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം സ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശിവം ശിവഹരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ നാവികളിലെ ഭവാബ്ദിക്കോ രാവിവൻ തോണിനെൻ പദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം അന്യവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാവണം നീയല്ലോ സൃഷ്ടിയും സട്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നാരായണായ നമ നാരായണായ നമ നാരായണ നരക സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകില ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നരക സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായതിന്നു പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നരക സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ ഹരി. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അല്പം ഞാൻ മനസ്സിൽ കരുതി അല്ലതിൽ നിന്ന് ഒരല്പം ഇവിടെ ഈ ദേവന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു 10:45 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുതൽ ഞാനിവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു കാര്യം, ഈ കമ്മിറ്റി ഇവിടെ ക്ഷേത്ര ഇതിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഇത്രയും ഞാൻ സംഭാഷണം അതായത് പ്രഭാഷണം അല്ല, അതിന്റെ മുമ്പ് ആമുഖമായിട്ട് പറയുന്നതാണ്, ഈ ഇത്രയും പരിമിതമായ ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് കാഴ്ചയില്ലെങ്കിലും എനിക്കറിയാം ഇവിടെ നടക്കുമ്പോഴും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഇത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാം. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം
ഇവിടെ ആരംഭിക്കുന്ന ഇത്ര ഭംഗിയായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്ഷേത്ര കമ്മിറ്റിയെ എത്ര ഒരുപാട് ഞാൻ അഭിനന്ദിക്കുന്നു. എത്ര അഭിനന്ദിച്ചാലും അസ്ഥാനത്താവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഗ്രാമം ഇതൊരു എനിക്ക് തോന്നുന്നു വലിയൊരു ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് ഞാൻ ഒരു ആളുടെ പറയില്ല, ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ വളരെ ഓരോരുത്തർ നിത്യപൂജ നടത്തിക്കൊണ്ട് അങ്ങനെ നടന്നിരുന്നത്. പിന്നെ കമ്മിറ്റി ഏറ്റെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള പുരോഗതി ഉണ്ടായതെന്ന് അറിയുന്നു. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഗണപതി ഭഗവാൻ സർവാത്മന അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടുത്തെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ജയൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രഭാഷണത്തിനൊക്കെ പോകാറുണ്ട് ക്ഷേത്രങ്ങളിൽ. വലിയൊരു പ്രഭാഷകനൊന്നും അല്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങള് ഞാൻ അവർക്ക് പ്രയോജനം കിട്ടും എന്ന് തോന്നുന്നത് നിത്യജീവിതത്തിൽ വലിയ സാഹിത്യം എനിക്കറിയില്ല. വളരെ ലളിതമായ ഭാഷയില് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും നമ്മളെ അതെങ്ങനെ പരിഹരിക്കാം, അതുപോലെ ഓരോരുത്തരും നമ്മളെ നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പങ്കുവെക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ തന്നെ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട്. ഞാൻ കുറെ പ്രഭാഷണങ്ങൾ തിരുനാവായ തുടങ്ങി, അതുപോലെ കണ്ണൂർ മങ്കാവ് അങ്ങനെ തുടങ്ങിയ ഒത്തിരി ക്ഷേത്രങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കമ്മിറ്റിയുടെ ഒരു ശ്രദ്ധയിലേക്ക് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ പറഞ്ഞുള്ള ഈ കമ്മിറ്റിക്ക് ഒരു പരിമിതി ഉണ്ട്. അവര് എന്ത് വന്നാലും കുറ്റം വന്നാലും നല്ലത് വന്നാലും ചീത്തയും ഒക്കെ അനുഭവിക്കാൻ അവരാണ്. ഞാൻ കുറെ കാലം ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു ആഘോഷ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്കറിയാം ഈ ആരെന്ത് വന്നാലും കമ്മിറ്റിയുടെ ജോലി. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇനി വരും വർഷം ഇങ്ങനെ ഇത് പ്രഭാഷണമൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകില് നമ്മള് ഈ ദീപാരാധനയ്ക്ക് ശേഷം, അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് ശേഷം ഒക്കെ ആണെങ്കിൽ കുറച്ച് ആളുകൾ നേരത്തെ ഒരു മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു 100 ആളുണ്ടെങ്കിൽ 2-3 ആളുകളെയൊക്കെ ശ്രദ്ധിക്കൂ. എന്നാലും നമുക്കൊരു സംതൃപ്തിയുണ്ട്, അത്ര ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഒരു 100 ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആളുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പൊ എനിക്കറിയാം വേദിയില് ആളുണ്ടെങ്കിൽ, ഇതില്ല സദസ്സിൽ ആളുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാം. അപ്പോ ഈ ആരായാലും പ്രഭാഷണം നടത്തുന്ന ആ ആൾക്ക് ഒരു പ്രചോദനം കൂടിയായിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇത് വേറൊരു രീതിയിലും കമ്മിറ്റി ഭാരവാഹികളെ കുറിച്ച് ചിന്തിക്കരുത്. അവരെ പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. എൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ക്ഷേത്രവും ആചാര അനുഷ്ഠാനങ്ങളും. ഈ എക്കോ വലിയ വേണോ? എക്കോ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ കേൾക്കുന്നവർക്ക് അറിയില്ല. അപ്പോൾ ഈ പ്രഭാഷണത്തിന് എക്കോ ഒരു ഭംഗിയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ക്ഷേത്രം നമ്മളിത് പറയുമ്പോഴും മനസ്സിൽ ഇതാരാണ്, ഇതാർക്ക് വേണ്ടിയാണ് എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയില്ല. ഞാൻ പഠിച്ചതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ക്ഷേത്രം എന്താണ് എന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ചോദിക്കുമ്പോൾ അതിലൊരു അനൗചിത്യം ഇല്ലേ എന്ന് എനിക്ക് സംശയം. അപ്പോൾ ഞാൻ സദസ്സിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണിത്, എന്താണ് ക്ഷേത്രം എന്ന്. ഇത് ഉദിത് ചൈതന്യജി, സ്വാമി ഉദിത് ചൈതന്യജി എന്നുണ്ട് ഒരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉടനീളം ഈ സദസ്സിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സദസ്സിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ്. സദസ്സിന് വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല.
അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് പ്രഭാഷണത്തിലുപരി ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ക്ലാസ് മോഡൽ. ഇടയ്ക്ക് ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക, അവരുടെ ഉത്തരം ശരിയായാലും തെറ്റായാലും കുഴപ്പമില്ല, അവരത് പറയട്ടെ. തെറ്റാണ് എല്ലാം ശരിയാവണമെന്നില്ല. അപ്പോൾ നമുക്കൊരു പ്രചോദനം. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് രീതിയിലാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതും ഇപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ക്ഷേത്രം എന്താണ്? ഈ കാണുന്നത് തന്നെയാണ് ക്ഷേത്രം. അതല്ല, നമ്മളിൽ ഓരോരുത്തരിലും ഓരോ ക്ഷേത്രമുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഗീത, ഭഗവത്ഗീത 13-ാം അധ്യായം, ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിഥ്യ വിധീയതേ. അർജുന, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിന്റെയും എൻ്റെയും എല്ലാം ശരീരം തന്നെയാണ് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് എന്താണ് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് എന്തൊക്കെ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ കുറച്ച് പോയിന്റുകൾ എന്ന് പറയാം. ക്ഷേത്രം നമ്മുടെ ശരീരമാണ്. അതിലുപരി ക്ഷേത്രം ഒരു വിളഭൂമി കൂടിയാണ്, കൃഷിഭൂമി. കൃഷിഭൂമി എന്ന് പറയുമ്പോൾ നമ്മളവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്തില്ലെങ്കിൽ നല്ല വിളവ് കിട്ടില്ല. അതറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഉത്സവം, ഇന്നത്തെ പ്രതിഷ്ഠാ ദിനം, അതുപോലെയുള്ള ഡാൻസ് ഒഴികെ, ഡാൻസ് ഇല്ല കേട്ടോ, ഡാൻസോ മറ്റ് ഒഴികെ ക്ഷേത്രത്തിലെ വാദ്യഘോഷങ്ങളായാലും ഇതുപോലുള്ള പ്രഭാഷണങ്ങളായാലും പൂജകളായാലും വഴിപാട് പുഷ്പം അങ്ങനെയെല്ലാം നടത്തുമ്പോൾ അതിലൂടെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ചൈതന്യം, ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ ഉത്സവമൊക്കെ നടത്തുന്നത്. ഇത്രയും പാടുപെട്ട് പണമൊക്കെ ഇല്ലാതെ പൈസ പിരിച്ചുണ്ടാക്കി നടത്തുന്നതിൻ്റെ ഉദ്ദേശം വെറുതെ വന്നിട്ട് അങ്ങോട്ട് ചോറുണ്ട് പോവുക, അല്ലെങ്കിൽ ചായ കുടിച്ച് പോവുക, പിന്നെ ചായ കുടിച്ച് പോയി വീണ്ടും ചോറുണ്ണാൻ്റെ നേരത്ത് വരിക, ഇതല്ല. ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ വർധനവ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്യാദി ആഘോഷങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. പക്ഷെ അത് ഈ ഇവിടെ ജനങ്ങൾക്ക് അതറിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രം ഒരു വിളഭൂമിയിൽ നല്ല കൃഷി വിടണം, കൃത്യസമയത്ത് വിളവിടണം. അപ്പോൾ ഇന്ന് നടത്തേണ്ട പ്രതിഷേധം നാളെ നടത്തിയിട്ട് കാര്യമില്ല. കൃത്യസമയത്ത് വിളയിട്ട് അത് വളം കൊടുത്ത് അതിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിളവ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ കാര്യം. ഇനി ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ്. എല്ലാം ഇപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ രീതി ആവണം എന്നില്ല മറ്റ് ക്ഷേത്രങ്ങളിൽ. കാലടി ശിവക്ഷേത്രത്തിൽ അവിടെയൊക്കെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വേറെ ഒരു രീതിയായി വ്യത്യസ്തമായിരിക്കും. അപ്പം അതുകൊണ്ട് ക്ഷേത്രം ഞാൻ പറഞ്ഞു ശരീരമാണ്, വിളഭൂമിയാണ്. ഇനി എന്താണ് ഈ ശരീരം ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം? ത്രായതേ ഇതി ക്ഷേത്രം, ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം, ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം. അത് അവിടെ പറയുന്നത് നമ്മുടെ എല്ലാ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്ന ഒരേ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം എന്നാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം വരാം. പലർക്കും പലതരത്തിലുള്ള വേദനകളുണ്ട്. തലവേദന, വയറുവേദന, അങ്ങനെ ഒത്തിരി വേദനകളുണ്ട്. ഞാൻ ഒരു പതിവായിട്ട് ക്ഷേത്രത്തിൽ വരുന്ന ഒരാളിത് കേൾക്കുകയാണെങ്കിൽ എൻ്റെ വേദനകളൊന്നും മാറുന്നില്ലല്ലോ, ഉണ്ടാകുന്നത് അല്ല. ഇവിടെ ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള വേദനകളല്ല.
ഒരു താൽക്കാലികമായിട്ട് നമുക്ക് ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു ശാന്തി കിട്ടും. അത് തുടരണമെങ്കിൽ ആ ശാന്തി തുടർന്ന് നിലനിർത്താൻ മറ്റ് ഉപാസനകളുണ്ട്, സാധനകളുണ്ട്. ആ സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട്, ഉപാസനകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വേദനകൾ തീരുവല്ല. ഒരു ദിവസം ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു, പ്രാർത്ഥിച്ചു, വഴിപാട് ചെയ്തു, വേദനകൾ മാറും. എന്നാൽ പിന്നെ എത്ര എളുപ്പമായിരുന്നു. എന്നാൽ പിന്നെ ഡോക്ടർമാർ ആവശ്യം ഉണ്ടാവില്ല, അവർ ഇംഗ്ലാവ് കിട്ടുന്നുണ്ടാവും. അപ്പം അതല്ല, നമ്മുടെ മനസ്സിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശാന്തി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലയം. ഭാഗവതത്തിലെ ഉദ്ധവഗീത, അതിൽ ഉദ്ധവരോട് പറഞ്ഞാൽ അങ്ങനെയാണ്, ക്ഷേത്രം നമുക്ക് ഒരു താൽക്കാലിക ലയം കിട്ടും. പക്ഷെ നമ്മൾ ഉയരണമെങ്കിൽ, നമ്മളെ ഉയർത്താൻ നമ്മൾ തന്നെ മറ്റ് സാധനകളും ഉപാസനകളിലൂടെയും മുന്നോട്ട് പോകണം. ഉദ്ധവരെ എന്ന് പറഞ്ഞിട്ടാണ് ആ മെതിയടി എടുത്ത് കയ്യിൽ കൊടുത്തത്. ഉദ്ധവരുടെ കയ്യിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതീകം. നമ്മളിപ്പോൾ വിഗ്രഹം അതാണല്ലോ. അപ്പൊ ചില ആളുകൾക്ക് ഒരു തോന്നല്, ഈ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ ഭഗവാൻ, അവിടെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുന്ന ആളാണ് ഭഗവാൻ, ഇപ്പൊ ഗണപതി ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉള്ളൂ, ഈ ക്ഷേത്രത്തിലേ ഉണ്ടാവുള്ളൂ എന്ന് ഒരു തോന്നലാണ്. അതല്ല, നമ്മുടെ ആത്മാവ്, പരമാത്മാവ് തന്നെയാണ് ഈ ക്ഷേത്രത്തിലും കുടികൊള്ളുന്നത്. ആ നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ദേവനെ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുകയല്ല ചെയ്യുന്നത്. ഒരു ദേവന്റെ ഒരു രൂപം ഉണ്ടാക്കി, വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ശുദ്ധിക്രിയകളെല്ലാം നടത്തി, അതിന് ആചാരപരമായ അനുഷ്ഠാനപരമായിട്ടുള്ള ക്രിയകളെല്ലാം നടത്തി ആ തന്ത്രിയുടെ ആത്മാവിലുള്ള ആ ചൈതന്യത്തെ അതിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ പീഠത്തിൽ ഉറപ്പിക്കുന്നതാണ് ആ പ്രതിഷ്ഠ. കിട്ടുകയാണ്, അത് മറ്റെവിടെ പോയാലും കിട്ടില്ല. അങ്ങനെ അത് പൂർത്തിയാക്കി എന്നിട്ട് വേണം ആ ക്ഷേത്രത്തിന് അകത്തേക്ക് വരാൻ. അകത്തേക്ക് വരുമ്പോൾ ചുറ്റമ്പലത്തിന് മുന്നിൽ പുറത്ത് ഇനി അതേപോലെ എന്താണ് പ്രദക്ഷിണം എന്ന് തന്നെ പറയാം. പ്രദക്ഷിണത്തിന് ഒരു 4 അക്ഷരങ്ങളാണ് അതിലുള്ളത്. 4 അക്ഷരം. പ്രദക്ഷിണം. അതിൽ പ്ര എന്നാല് ഭയത്തെ ഇല്ലാതാക്കുന്നതാണ്. ഭയം. അപ്പോഴും അവിടെ ഒരു ചോദ്യം വരാം. ചിലപ്പോൾ ചില പ്രദക്ഷിണങ്ങളൊക്കെ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ വരുന്നവർ അവർ പറയും, ഞാനിന്നും ക്ഷേത്രത്തിൽ പോകാറുണ്ടല്ലോ, അപ്പോഴും എനിക്ക് ഭയം അറിയില്ല. അതിന് കാരണമുണ്ട്. അതിലേക്കൊന്നും പോകാനിപ്പോൾ നമുക്ക് ഒന്നാമത് എനിക്ക് എത്ര കണ്ട് ഒരു മാനസികമായിട്ടൊരു സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല. അതിന് കാരണം വേറെ ഉണ്ട്. അപ്പോൾ ഈ ഭയം ഇല്ലാതാക്കലാണ്. പിന്നെ രണ്ടാമത്തത് പ്രദ. ഈ ദ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് മോക്ഷദായകം. മോക്ഷം. ഒരു പ്രദക്ഷിണം, ഒരു ക്ഷേത്രത്തിൽ പോയ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ട് മോക്ഷം കിട്ടുമോ? ഇല്ല. അവിടെയാണ് നമുക്കൊരു കാര്യം നേടാൻ, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക്, നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്താ ലക്ഷ്യം? മോക്ഷം അല്ലെങ്കിൽ മനഃശാന്തി. ഇതിലേക്കുള്ള വഴികളാണ് ഈ പറയുന്നതൊക്കെ തന്നെ. ലക്ഷ്യം ഒന്ന്, മാർഗം പലതരം അല്ലെങ്കിൽ വഴി പലതരം. ഒരാളോട് നമ്മൾ ഒരാളെ കാണാൻ പോവുകയാണ്. അവിടേക്ക് പോയപ്പോൾ ഇങ്ങനെ രാമൻ വൈദ്യരെ വീട്ടിലേക്ക് ഇങ്ങനെ ഇത് കൂടെ വഴി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അതാ ഈ റോഡിന് അങ്ങോട്ട് നേരെ പോയിട്ട് അവിടെ ഒരു കാറുണ്ട്, കാറ് കിടക്കണതാണ്. ആ അത് പിന്നെ വീണ്ടും കുറേ കൂടെ കഴിഞ്ഞാൽ അവിടെ ഒരു
ഒരു ജംഗ്ഷൻ കാണും, അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആണ് പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ ഈ അവിടെ കാറ് കിടക്കണ്ടെന്ന് പറഞ്ഞു, ഈ കാർ അവിടെ ഉണ്ടാവില്ല, അതെടുത്തോണ്ട് ആരോ പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നാൽ ഇനി പിന്നെ ഒരു അവസരത്തിലാവാം രാമൻ വൈദ്യരെ കാണലുണ്ടാവില്ല, അതാണോ വേണ്ടത്? കാറ് പോയി. ഇനി അല്ലെങ്കിൽ അവിടെ വീണ്ടും ആരോടെങ്കിലും ചോദിച്ച് ആ വഴി കണ്ടുപിടിച്ച് രാമൻ വൈദ്യരെ കാണുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുക. നമ്മുടെ ലക്ഷ്യം അപ്പോഴാണ് പൂർത്തീകരിക്കുക. അല്ലാതെ വഴി ഒരാളോട് ചോദിച്ചു, അത് വഴി പറഞ്ഞു, കുറച്ചങ്ങോട്ട് പോയി, ആ വഴി നോക്കുമ്പോൾ കാണാനില്ല, എന്നാ ശരി പിന്നെ ഇപ്പോൾ മദീനാക്കി പോകുന്ന ലക്ഷ്യത്തിലെത്തുമോ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഭഗവാന്റെ കാര്യത്തിലേക്ക്. ഭഗവാനിലേക്ക് എത്താൻ, ഭഗവത് പ്രാപ്തി നേടലാണ് മാർഗം, അല്ല ലക്ഷ്യം. അതിലേക്ക് എത്താനുള്ള വഴികളാണ് സാധനകൾ എന്ന് പറയുന്നത്. സാധകരായ നമ്മൾ അനുഷ്ഠിക്കുന്നത് ആണ് സാധന. സാധകൻ സാധന. അപ്പോ ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മൾ ആ ഭക്തിയുടെ തലത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ക്ഷേത്രം പറഞ്ഞു, ശരീരം പറഞ്ഞു, ആ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു, അതും ക്ഷേത്രവുമായിട്ടുള്ള ബന്ധങ്ങളും പറഞ്ഞു. ഇനി ക്ഷേത്രത്തിലേക്ക് എത്താൻ ഉള്ള വഴി ക്ഷേത്ര ദർശനം മാത്രമല്ല, ആ പ്രദക്ഷിണം പറഞ്ഞ് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോക്ഷദായെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ബാക്കി ഒരാളും കൂടെ പറയണം. ക്ഷി എന്ന് പറഞ്ഞാൽ പ്രദക്ഷി, അതിൻ്റെ അർത്ഥം പറയുന്നത് രോഗനാശകം എന്ന് വെച്ചാൽ രോഗശമനത്തിന് ഈ പ്രദക്ഷിണം ഉപകരിക്കും എന്നാണ്. ഇനി ഐശ്വര്യദായകം. അപ്പൊ ഈ പ്രദക്ഷിണം കൊണ്ട് രോഗശമനം കിട്ടും എന്ന് പറഞ്ഞ സത്യമാണത്. എന്താ അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു, ആൽമരത്തെ 7 പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരിക്കലും കിട്ടാത്ത, വീട്ടിൽ നിന്ന് അത്രയും കിട്ടാത്ത, നമ്മൾ വഴിയിൽ നിന്ന് കിട്ടാത്ത അത്രയും ഓക്സിജനാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്, അത്രയും കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മളെ പുറത്തേക്ക് കിട്ടുന്നത്, അത്രയും ശ്വാസോച്ഛ്വാസം ഒരു തരം വ്യായാമമായിട്ട് നമുക്ക് കിട്ടുന്നു. ഇതിലൂടെയൊക്കെ ഇതൊക്കെ ഒരു തരം രോഗശമനമാണ്. രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറ്റി തരുന്നല്ല പറയുന്നത്. ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ശരീരത്തെ പ്രാപ്തമാക്കുക എന്നതാണ്. മാധവ മാമവ ദേവ കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യദുകുല കൃഷ്ണ യാദവ കൃഷ്ണ ദേവകി നന്ദന നന്ദകിശോര ദേവകി നന്ദന നന്ദകിശോര വസുദേവ ഭജ ഗോപകുമാര മാധവ മാമവ ദേവ കൃഷ്ണ യദുകുല കൃഷ്ണ യാദവ കൃഷ്ണ
പാഹി മുകുന്ദ പരമാനന്ദ. ലംബോദരനേ നിൻ തിരുസന്നിധിയിൽ ഒരു കറുകപ്പുല്ലിൻ കഥ കേൾക്കുവാൻ വന്നു. ലംബോദരനേ നിൻ തിരുസന്നിധിയിൽ ഒരു കറുകപ്പുല്ലിൻ കഥ കേൾക്കുവാൻ വന്നു. ഗണപതിക്കേറെ ഇഷ്ടം കറുകയെന്നറിഞ്ഞു. നിറഞ്ഞു നീ മനസ്സിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ഗണപതിക്കേറെ ഇഷ്ടം കറുകയെന്നറിഞ്ഞു. നിറഞ്ഞു നീ മനസ്സിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ലംബോദരനേ നിൻ തിരുസന്നിധിയിൽ ഒരു കറുകപ്പുല്ലിൻ കഥ കേൾക്കുവാൻ വന്നു. തുമ്പിക്കയുയർത്തുമ്പോൾ ഏകദന്തൻ ഭഗവാൻ സൂര്യകാലടിയിലെ ഗണപതി തമ്പുരാനായി. തുമ്പിക്കയുയർത്തുമ്പോൾ ഏകദന്തൻ ഭഗവാൻ സൂര്യകാലടിയിലെ ഗണപതി തമ്പുരാനായി. പഴവങ്ങാടിയിലെ ശിലയിൽ നിൻ പ്രീതിക്കായി ഉടയുന്നു ഞാൻ ജന്മ പാപങ്ങളൊഴുക്കി. പഴവങ്ങാടിയിലെ ശിലയിൽ നിൻ പ്രീതിക്കായി ഉടയുന്നു ഞാൻ ജന്മ പാപങ്ങളൊഴുക്കി. ലംബോദരനേ നിൻ തിരുസന്നിധിയിൽ ഒരു കറുകപ്പുല്ലിൻ കഥ കേൾക്കുവാൻ വന്നു. കമണ്ടലു കമഴ്ത്തി കാവേരിയൊഴുക്കും നീ കന്നിമൂലയിൽ ചേർന്നു വിളങ്ങും വിഘ്നേശ്വരനായി. കമണ്ടലു കമഴ്ത്തി കാവേരിയൊഴുക്കും നീ കന്നിമൂലയിൽ ചേർന്നു വിളങ്ങും വിഘ്നേശ്വരനായി. ബ്രഹ്മലോകത്തിൽ നീ വിഷ്ണുലോകത്തിലും നീ ശിവലോകത്തിൽ നീ ഉണ്ണിഗണപതിയും നീ. ബ്രഹ്മലോകത്തിൽ നീ വിഷ്ണുലോകത്തിലും നീ ശിവലോകത്തിൽ നീ ഉണ്ണിഗണപതിയും നീ. ലംബോദരനേ നിൻ തിരുസന്നിധിയിൽ ഒരു കറുകപ്പുല്ലിൻ കഥ കേൾക്കുവാൻ വന്നു. ഗണപതിക്കേറെ ഇഷ്ടം കറുകയെന്നറിഞ്ഞു. നിറഞ്ഞു നീ മനസ്സിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ലംബോദരനേ നിൻ തിരുസന്നിധിയിൽ ഒരു കറുകപ്പുല്ലിൻ കഥ കേൾക്കുവാൻ വന്നു.
പ്രേമഗണപതിയേ അദ്ഭുത ഗണപതിയേ പ്രേമഗണപതിയേ അദ്ഭുത ഗണപതിയേ പ്രേമഗണപതിയേ ശരണം അദ്ഭുത ഗണപതിയേ ദേവദേവേശനും ശ്രീപാർവതിക്കും മോദമേകും ദിവ്യ ബാലകൻ നീയേ ദേവദേവേശനും ശ്രീപാർവതിക്കും മോദമേകും ദിവ്യ ബാലകൻ നീയേ പ്രേമഗണപതിയേ ശരണം അദ്ഭുത ഗണപതിയേ നാൻമുഖനും ഹരിയും രുദ്രനും ഇന്ദ്രനും താണുവണങ്ങുന്നു ദേവാനിൻ പാദം നാൻമുഖനും ഹരിയും രുദ്രനും ഇന്ദ്രനും താണുവണങ്ങുന്നു ദേവാനിൻ പാദം ആദിശേഷൻ ചുറ്റും ഉദരത്തിൽ ലോകങ്ങൾ കാലങ്ങളായിന്നും വളരുന്നു ശ്രീ ഗണേശ ആദിശേഷൻ ചുറ്റും ഉദരത്തിൽ ലോകങ്ങൾ കാലങ്ങളായിന്നും വളരുന്നു ശ്രീ ഗണേശ പ്രേമഗണപതിയേ ശരണം അദ്ഭുത ഗണപതിയേ മാമലകൾ നദികൾ പ്രാണവായുവും മേവും ഈ മനോഹരധരയിൽ വാഴുന്നു നീ സദാ മാമലകൾ നദികൾ പ്രാണവായുവും മേവും ഈ മനോഹരധരയിൽ വാഴുന്നു നീ സദാ മംഗളകർമ്മങ്ങളും മംഗല്യ പൂജകളും എല്ലാം ധ്യായേതുമാപതി രമാപതി ഭാഗ്യപുത്രം വേത്രോജ്വലത്കരതലം വസിധാവിരാമം വിശ്വൈകവശ്യവപുഷം മൃഗയാ വിനോദം വാഞ്ചാനുരൂപവരദം വരഭൂതനാദം സ്വാമീ ശരണമയ്യപ്പ. ഗണപതി മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന രാവിലെ മുതൽ ഒട്ടേറെ സവിശേഷമായ പൂജാ കാര്യങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. കലാപരിപാടികളാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിനായിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നു. ഒരു മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. എന്താണ് ഗണപതി, അല്ലെങ്കിൽ ആരാണ് ഗണപതി? ഗണങ്ങളുടെ പതി, അതാണ് ശരിക്കും ഗണപതി. ഗണം വൈദിക കാലഘട്ടത്തിൽ, ഈ വിഗ്രഹാരാധനകൾക്ക് മുമ്പത്തെ ഒരു വൈദിക കാലഘട്ടത്തിൽ സർവ്വ ഈശ്വരന്മാരും അടങ്ങുന്ന ഒരു സങ്കല്പമാണത്രേ ഗണപതി. അതുകൊണ്ട് തന്നെയാണ് അഷ്ടദ്രവ്യങ്ങളും പലവിധ ദ്രവ്യങ്ങളും ഗണപതിക്ക് ഹോമത്തിന് ഉപയോഗിക്കുന്നത്. ആ സങ്കല്പത്തിൽ തന്നെയാണ് എല്ലാവരും ആദ്യം ഗണപതിക്ക് വയ്ക്കുക, ഗണപതിക്ക് ഇടുക, അല്ലെങ്കിൽ ഗണപതിയിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ ഗണങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ ഗണങ്ങളുടെ ദേവത എന്ന സങ്കല്പം തന്നെയാണ്. സർവ്വ ഈശ്വരന്മാരെയും തൊഴുതതിൻ്റെ ഫലം അല്ലെങ്കിൽ ദർശനം ചെയ്തതിൻ്റെ ഫലം ഗണപതിയെ തൊഴുതാൽ കിട്ടുമെന്ന് വൈദിക സമ്പ്രദായത്തിൽ പറയുന്നു. ഏതായാലും ഈ ഒരു സന്നിധിയിൽ വന്ന് സർവൈശ്വരകാരകനായ ഗണപതിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനൊരു കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് മഹാപുണ്യമായി കരുതുന്നു. ഏതായാലും ഇവിടെ ഒട്ടേറെ പരിപാടികൾ നടക്കേണ്ടതുണ്ട്. കൂടുതൽ ഒന്നും ഞാൻ വിസ്തരിക്കുന്നില്ല, കുറേ പറയണമെന്ന് വിചാരിച്ചതാണ്. എനിക്കും ഒരു തിരക്കുകളുണ്ട്.
കാരണം തിരുനാവായ വരുന്ന മാസം കുംഭമേള നടക്കുകയാണ്. അതിൻ്റെ ചില ഗൂഗിൾ മീറ്റുകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മറ്റന്നാൾ തിരുനാവായ 10-ാം തീയതി അയ്യപ്പ വിളക്ക് നടക്കുകയാണ്, അതിൻ്റെ തിരക്കുകളുണ്ട്. ഏതായാലും ഇദ്ദേഹം വിളിച്ചത് കാരണം, അല്ലെങ്കിൽ വിളിച്ചത് കാരണമല്ല, മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിലെത്താൻ സാധിച്ചത്. ഈ കലാപരിപാടികളെല്ലാം തീർച്ചയായിട്ടും ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം നടരാജന്റെ കഥകളും ഇതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കലകളിൽ കൂടെ, പൂജകളിൽ കൂടെ മാത്രമല്ല, ഈ കലകളും സാഹിത്യാദികൾ കാര്യങ്ങളെല്ലാം കൂടി തന്നെയാണ് ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവും ഉണ്ടാവുക. ആയതുകൊണ്ട് ഇത്തരം കലാപരിപാടികൾ നാൾക്കുനാൾ ഓരോ വർഷങ്ങളിലും ഗംഭീരമായി നടത്തിക്കൊണ്ടുപോകുവാൻ ഇതിന്റെ സംഘാടകർക്ക് സാധിക്കുമാറാകട്ടെ. അതിന് സർവേശ്വരനായ അയ്യപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹാസംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ദേവസേനാപതി സോദരനേ ഗണേശ ശരണം ശരണം ഗണേശ, ദേവസേനാപതി സോദരനേ ഗണേശ ശരണം ശരണം ഗണേശ. പൂപ്പന്തലൊരുക്കി നിൻ പൂജാ പുഷ്പവുമായി ധ്യാനിച്ചിരിപ്പു ഞങ്ങൾ വേദനകൾ പേറി. പൂപ്പന്തലൊരുക്കി നിൻ പൂജാ പുഷ്പവുമായി ധ്യാനിച്ചിരിപ്പു ഞങ്ങൾ വേദനകൾ പേറി. ശ്രീഗണപതി നിൻ പാദപത്മങ്ങളിൽ വീണു നമിക്കുമ്പോൾ സാന്ത്വനമേകില്ലേ. ശ്രീഗണപതി നിൻ പാദപത്മങ്ങളിൽ വീണു നമിക്കുമ്പോൾ സാന്ത്വനമേകില്ലേ. നിന്റെ മന്ത്രജപം എന്റെ മനസ്സിലൊരു ബ്രഹ്മതീർത്ഥമായി ഒഴുകുന്നു. നിന്റെ വരദാനമെന്നും ആത്മാവിൽ ജീവസൂക്തമായി പടരുന്നു. തെളിഞ്ഞു വരുന്ന ഗണേശരൂപം എന്തു ചന്തമിതെന്റെ മുന്നിൽ. ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ.